പൊന്നു. എന്തൊക്കെ കറികളുണ്ട് എന്ന് പറ വേഗം. ഇത് ഏതൊക്കെ കറിയാ? ബനാന, വാഴപ്പഴം, പഴം ഉണ്ടാ? പിന്നെ കാബേജ്, ബീട്രൂട്ടിന്റെ കറി, കിച്ചടിയാ. ഇതിനെന്താ പറയടി? ഇത് കൂട്ടുകറി. പിന്നെ ഇത് എന്തിട്ടാ? മത്തങ്ങയും പയറും. സാമ്പാർ, എലിശ്ശേരി. പിന്നെ ഇതെന്തിട്ടാ? അവിയല്. ഇത് ഇഞ്ചിക്കറി, പപ്പടം, പിന്നെ പായസം, ഗ്ലാസ്സാ. ഒരു പപ്പടം ഉള്ളൂ കേട്ടോ എല്ലാവർക്കും. അമ്മ ബേബി ഉള്ളത് കൊണ്ട് അമ്മക്ക് 2 പപ്പടം ഉണ്ട്. രണ്ടെണ്ണൊന്നുമില്ല. ഇത് മുഴുവൻ ഫുള്ള് കഴിയുകയാണെങ്കിൽ ഒരെണ്ണം കൂടെ തരും. ഇത് കംപ്ലീറ്റ് ഫുള്ള് കഴിക്കണം, ഇതേ ഇലയിലുള്ളതൊക്കെ. ഓക്കെ? ഏത്? അതൊന്നും പറയാൻ പറ്റില്ല. അതൊന്ന് അച്ചാറൊന്നും കഴിക്കണ്ട. ബാക്കിയെല്ലാം കഴിച്ചിരിക്കണം ഇവിടുന്ന്. ബാക്കിയെല്ലാം കഴിച്ചിരിക്കണം. പഴവും കിച്ചടിയും എല്ലാതും കഴിച്ചിരിക്കണം. കേട്ടല്ലോ? അച്ചാറ് കഴിക്കൊന്നും വേണ്ട നിങ്ങള്. അതോടെ വെച്ചോ. സാമ്പാർ ഇത്രയും മതിയോ നിനക്ക്? വേഗം കഴിക്കും. നീ ചോറിന് അടുത്ത പപ്പടം. എനിക്ക് ഉള്ളത് കൂടെ വെച്ചോ. നമ്മളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഇവിടെ വെച്ചാ ഇവിടെ ഇരുന്നോണ്ട് ഞങ്ങൾ എടുത്തോളാം. പൊന്നു കഴിക്ക്. പഴം ലാസ്റ്റാ കഴിക്കുന്നേ, ഇപ്പോഴല്ല, ഏറ്റവും അവസാന പഴം. ചോറുണ്ട് സാമ്പാർ കൂട്ടിയിട്ട്. ചിന്നു ഇയാളെ പപ്പടം ഞാൻ എടുക്കണ്ടോ? അങ്ങനെ കഴിക്കേ. ചിന്നു കഴിക്കണൊക്കെ പൊന്നു അതേപോലെ കഴിച്ചേ. ഇങ്ങോട്ട് പരത്തി വയ്ക്കണ്ട അമ്പിളി, ഇങ്ങോട്ട് അടുത്ത് വയ്ക്കി. അമ്പിളിക്ക് ഉള്ളതല്ലേ ഇവിടെ. എന്തെങ്കിലും വേണോ? ആർക്കെങ്കിലും എനിക്ക് വെള്ളം. പപ്പടം നിങ്ങളുടെ പപ്പടമൊക്കെ തന്നത് നീ കഴിച്ചു. വേഗം കഴിച്ചേ. അത് കഴിഞ്ഞ് നമുക്ക് കളിക്കാൻ പോകാനാ. നിങ്ങളുടെ വെള്ളം. ഇനി ഇത് കഴിഞ്ഞാൽ പായസം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വെള്ളം. വേഗം കഴിച്ചേ. സൂപ്പറായിട്ട് എങ്ങനെയുണ്ട് നോക്കിയേ. എങ്ങനെയുണ്ട് നോക്കിയേ. അപ്പൊ കഴിക്കാൻ നോക്കിയ.
കഴിക്കാൻ അതുപോലെ കഴിക്കാം. എല്ലാം ഒരുമിച്ച് കൂട്ടി 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 കഴിക്കും. ഒരു വായന്ന് കഴിച്ചത് അപ്പഴാ അറിയുള്ളൂ ടേസ്റ്റ്. നമുക്ക് ചിന്ന കഴിക്കുമ്പോൾ പൊന്നു കഴിക്കും. തൊട്ടത്തില്ല ചോറിനെ പൊന്നു ചോറ് ഇനി അവിയിലൊക്കെ ആ പച്ചടി ഒക്കെ എടുക്ക. അല്ല ബീട്രൂട്ടൊക്കെ പൊന്നു ഇത് കഴിഞ്ഞാൽ സൈക്കിളോട്ടാൻ കൊള്ളാ. ലുലു പോകാൻ പറ്റും. സൈക്കിളും കൊണ്ട് ലുലു പോകാൻ പറ്റും. നീ വായിലേക്ക് ഇതെന്താ പ്രത്യേകത? പൊന്നു ഇതെന്താ പ്രത്യേകത? ഇത് പപ്പടം തിരിക്കണം. ഇന്നത്തെ പ്രത്യേകത എന്താ? ഇന്നത്തെ ദിവസം തന്നെ ഇന്ന് എന്തുകൊണ്ടാണ് ഇലയിൽ കഴിക്കാൻ കാരണം? ഓണത്തിന് ആരാ വരാ സാധാരണ? ഓണം നാളി മാവേലി വരുമ്പോ എന്തൊക്കെയായിട്ടാ വരാ? പുതിയ ഡ്രസ്സൊക്കെ ആയിട്ട് വരുമോ? ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരുമോ? മാവേലി കൊടയൊക്കെ ആയിട്ട് കൊട പിടിച്ചിട്ട് വരും അല്ലേ? പിന്നെ അടുത്ത ചോദ്യം, കഴിഞ്ഞ കൊല്ലം നാട്ടില് ഓണത്തിന് പോയപ്പോ ഉണ്ടായ കളിയുടെ പേരെന്താണ്? അത് മലയാളം പറഞ്ഞാൽ മതി. ലയണമൊന്നല്ല. നീ മലയാളം പറഞ്ഞേ. ടൈഗർ കളി എന്ന് പറയാൻ പാടില്ല. സുഹൃത്ത് മലയാളം തെറ്റടിച്ചില്ല. അതിന്റെ പുലിക്കളി. പുലിക്കളി. ഇനി പൊന്നു വായിലേക്ക്. ഓണത്തിന് വീടിന്റെ ഫ്രണ്ടില് ഫ്ലവർ വെച്ചിട്ട് ഇടുന്ന ഇതുണ്ടല്ലോ, ഏത്? അതിനെന്താ പറയാ നമ്മള്? വാട്ടറാ. നമ്മള് കഴിഞ്ഞ കൊല്ലം ഓണത്തിന് നാട്ടില് പോയപ്പോ ഇട്ടില്ലേ? നീ വായിൽ വെക്കും ചോറ് ഫ്ലവർ കൊണ്ട്. അതെന്തുട്ടാ? ഫ്ലവറാ. പൊന്നിന് ഓർമ്മയില്ല? ചോറുള്ള കറി കൂട്ടണില്ല. ഇതൊക്കെ കൂട്ടിയ നമ്മള് ഓണത്തിന് ഇത് ഇടില്ലേ, പൂക്കളം? ഓർമ്മയില്ലേ നമ്മളെ അമ്മാടത്തൊക്കെ ഇട്ടതൊക്കെ? അപ്പൂസ് ചേട്ടനൊക്കെ ഇട്ടന്ന്. പൂക്കളം കൂട്ടുകാർക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ പൊന്നു അടവ് അതുപോലെ. പക്ഷെ ചോറ് കഴിക്കുമ്പോ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. പൊന്നു ഫസ്റ്റ് കഴിയുന്ന ആൾക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. അമ്മ വന്ന സമ്മാനം. ഇത് കഴിയാണ്ട് എടുക്കാൻ പറ്റില്ല. പായസത്തിന്റെ കൂടെ കഴിക്കാനുള്ളതാ പഴം. ഈ ഇലയിലോട്ട് ഇച്ചിരി പായസം വെച്ച് പായസത്തിന്
അങ്ങനെയാണ് കഴിക്കുന്നത്. എന്നിട്ട് അമ്മയുടെ മാമത്തിന്റെ പാല് പൊന്നു വേണ്ട അതെല്ലാം അടുത്ത കഴിച്ചേ. പ്രാവശ്യമല്ലേ അടുത്ത പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും നടുക്കിരിക്കുക ഒരാളും കൂടി ഉണ്ടാവും ഇലയിട്ട്. ആ എനിക്കറിയാം ബേബി ആ. അപ്പൊ ചിന്നും മുന്നും അപ്പുറത്തെ സൈഡ് നടുക്ക് ബേബി. ഇവിടെ ബേബി അവിടെ ഇല്ല നടുക്ക്. നടുക്ക് നടുക്ക്. ആ നടക്കുന്നു എന്നാലല്ലേ ചിന്നും മുന്നും ബേബിനെ നോക്കാൻ പറ്റുള്ളൂ. അതെ കഴിക്കണ്ടോന്നൊക്കെ. സ്പേസ് ഇല്ലല്ലോ പക്ഷെ Baby ബേബി ആവുമ്പോ space ഇല്ല. നീ കഴിച്ചു വായിൽ വെച്ചിട്ട് വർത്താനം പറഞ്ഞേ. ചോറിന് പപ്പടം വേണ്ട ചിന്നിന്. പൊന്നിച്ച് കറി പൊന്നിന് വെച്ചിട്ട് പപ്പടം വേണ്ട? പയറൊക്കെ ഇഷ്ടമുള്ള പൊന്നിന് പയറ്. ആ വായൂര് പൊന്നു, അതിലെല്ലാം പൊന്നിന് ഇഷ്ടമുള്ള സാധനങ്ങളാ. ഉരുളക്കിഴങ്ങ്, ആ പയറ് ക്യാരറ്റ്, അങ്ങനെയൊക്കെ കടല, ബീട്രൂട്ട്. അതൊന്നും ഇഷ്ടമല്ല സാമ്പാറ് പപ്പടം പിന്നെ ബനാന പിന്നെ അച്ചാർ പായസം വേണ്ടേ? പായസം ഇഷ്ടായില്ല? പായസം വളരെ ഇഷ്ടമില്ല കൂട്ടുകാർ ഇഷ്ടമില്ല? കാബേജ് ഇല്ല എന്ത്? അതെല്ലാം മെനവാ ഒരു എരിവില്ല. സോറി. കുറെ കാലത്തിന് ശേഷം ചോറ്. ഇതുകൊണ്ട് കഴിക്കാം. ഇനി ഞാൻ കഴിക്കില്ല അച്ചാർ കഴിക്കും അഞ്ജുന് എന്തെങ്കിലും വേണോടി? അമ്പടിക്ക് സാമ്പാർ വേണ്ടേ? ഞാൻ എടുത്തു സാമ്പാർ അധികം കുറച്ച് ചോറിട്ട്. അധികമൊന്നുമില്ല. ചോറ് ശരിയാ. ചോറ് അധികം. ചോറല്ല കറി കുറച്ചധികമായി. ചോറിട്ടാ പോരെ? ചോറിട്ട് ഇനി സാമ്പാർ വെച്ചപ്പോ പിന്നെ അധികമാവില്ലേ? അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറിയിട്ടാ മതി. ഒന്നാമത്തെ എനിക്കിപ്പോ ഇങ്ങനെ നിൽക്കാൻ അതെന്ത് 5 കഴിഞ്ഞ് ഗർഭിണിയാന്ന് പറയാം. അമ്പടിക്ക് എന്താ കുഴപ്പം? എനിക്കറിയില്ല. എനിക്ക് എന്താന്ന് പറ്റാം. അമ്പടി അഞ്ചിന്റെ അപ്പുറത്ത് പോയിരുന്നു എന്നെ എടുത്തിട്ട്. ഇല എടുത്തിട്ടില്ല. പൊന്നു വേഗം കഴിക്കും ചോറ്. പൊന്നമ്മ പൊന്നേ പൊന്നു കളിക്കാൻ ഗെയിം കളിക്കാനല്ല പറഞ്ഞേ. നിന്റെ അടുത്ത് തൂത്ത് വാരിയിട്. ചോറൊക്കെ തൂത്ത് വാരിയിട. അതിലേക്ക് ഞാൻ ചിന്ന പപ്പടം കൂട്ടിയിട്ടാണ് ക്യാബേജ് ചിന്നു ക്യാബേജ് നല്ലതാ. എരിവൊന്നുമില്ല. ഞങ്ങൾ രണ്ടാമത് പപ്പടം എടുത്ത് തുടങ്ങിട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ആയാൽ മാത്രം. ആന്റി രണ്ടാമത് ചോറെടുത്തു. നിങ്ങൾ രണ്ടാമത്തെ ചോറ് എടുത്തോ നിങ്ങൾ ഒറ്റ ടൈം തീർന്നിട്ടില്ല. ഞങ്ങള് രണ്ടാമത് ചോറെടുത്തു. ഇഞ്ചിയൊന്നും ഇട്ടില്ലല്ലോ. ഇതൊന്നും ഇട്ടില്ലല്ലോ. എല്ലാം ഉണ്ട് എന്റെ കയ്യിൽ. ഇത് ഇഞ്ചിക്കറി ഉണ്ട് ഇവിടെ. എല്ലാ കറിയും ഞാൻ എടുത്ത് കൂട്ടി ഇളക്കിയിട്ട് കഴിക്കുന്നത്. ചില്ലി കുട്ടികൾക്കോ ചിന്നു വേഗം കഴിക്കും. എല്ലാ കറിയും നല്ലതന്നെ. താങ്ക് യു. അങ്ങനെ വലിയ ശരിയായൊന്നുമില്ല. ഫുൾ A+ എല്ലാത്തിനും. ചിന്നു ഒന്നും പറഞ്ഞില്ല. ചിന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണയായിരുന്നു. ഞാൻ അച്ചാർ അല്ല ചോറും കറിയൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചിന്നു പറഞ്ഞു. അതെങ്ങനെയുണ്ട് കറിയൊക്കെ കഴിച്ചിട്ട്? കറിയൊന്നും തൊട്ടിട്ടുമില്ലേ. ചില്ലി സാമ്പാർ ഇട്ട് കൊടുക്കണം സാമ്പാറൊക്കെ ചിന്നു കഴിച്ചു. സാമ്പാറ് ചോറിലിട്ടാ എന്തിയാ? അത് മാത്രം എന്തെങ്കിലും എങ്ങനെയാണ് പായസം കഴിക്കാൻ? പായസം, പഴം, പപ്പടം. എന്റെ പണം അവിടെ കാണാനില്ല. അവിടെ അത് വന്നിരിക്കുന്നു. കഴിച്ച് കഴിയുമ്പോ കാണിച്ചു തരാം. ആ ഏതാ പറയും ഇതായിപ്പോ. അമ്മ കാണിച്ചിരുന്നു വേണ്ട. അവരാദ്യം കഴിച്ചു കഴിഞ്ഞ ചിന്നു കൂട്ടുകാരൊക്കെ എടുക്കുകയോ? എനിക്ക് ഇഷ്ടമല്ല കഴിക്കട്ടോ.
കുട്ടികളെ ഇഷ്ടപ്പെടാൻ പ്രായമാകുന്നുള്ളൂ. കൂട്ട് ഇത് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാം. ഉറങ്ങണം എന്തിനാ? വൈകുന്നേരം അങ്ങനെയാണ് ഓണത്തിന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. അല്ല കുട്ടികളെ ചെയ്യുന്നത് ഓ അതിന് വേണ്ടി അത് അച്ഛന് ഇഷ്ടമുള്ള ആരുണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ള കറി എത്ര ഫ്ലോപ്പ് ആണെങ്കിലും കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് അതിന് പതിയിട്ട് മാറ്റിയാൽ മതി. എന്താ അത്രയും കഷ്ണം ഞാന് അതുണ്ടല്ലോ കുക്കർ നിറച്ചുണ്ടായിരുന്നു ഇട്ടപ്പോ എന്റെ പിന്നെ തിരിച്ചിടേത് വേവില്ലാന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് മാറ്റി വെച്ചു. അപ്പൊ ഇനി വേറെ ദിവസം ഉണ്ടാക്കാം. അങ്ങനെ തന്നെ എടുത്ത് പ്ലീസ് ഒന്ന് വെച്ചാൽ മതി. നമ്മുടെ പൈസ എപ്പോഴും നീ കഴിച്ചാ? ചോറ് കഴിക്കാത്തവർക്ക് ഗിഫ്റ്റ് ഇല്ല കേട്ടോ. ഇപ്പൊ മാവേലി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരും. അരിഞ്ഞു വെച്ചതുകൊണ്ട് ആ സമയമാണ് വരുന്നത്. ഒന്നും നടക്കൂലായിരുന്നു. കാരണം അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇവര് വിളിക്കും എന്തെങ്കിലും കാര്യത്തിന്. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരും. എനിക്കറിയായിരുന്നു. പിന്നെ സമയം അരിഞ്ഞു വെച്ചാലും എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ പറഞ്ഞ അതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും തന്നെ വെച്ചാൽ തീരുന്നില്ല. പായസം തരാറായി അഞ്ചു. പായസം കൊടുത്തു. പായസം കഴിക്കുക. അതിന്റെ കൂട്ടത് കഴിച്ചാൽ പക്ഷെ പായസം ഞാൻ അധികം കഴിക്കില്ല കേട്ടോ. ഇച്ചിരി കേട്ടോ കുടിച്ചിട്ട് പായ്ക്ക് വെച്ചു നോക്കണം. ആ ചിന്നു പൊന്നൂര് ചോറ് തീർന്നു. പൊന്നു മെരുക്കി എടുത്തൂത്ത് വരെ എടുക്കുക എല്ലാം. ഞാൻ ചോറ് എടുത്തിട്ട് പപ്പടം എടുത്ത് പപ്പടത്തിന്റെ അടിയിൽ ചോറാണോ? പൊന്നു തൂത്ത് വരെ എടുക്കുക. ഒറ്റ ചോറ് പറ്റില്ലാത്തോളം വാരി ചിന്നു വേണ്ട. എനിക്ക് ഒരു വായുള്ളൂ അല്ല 100 വായ ഓരോന്നോ. ആരെയാണോ ഫസ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് സമ്മാനം ഉണ്ട്. എനിക്കറിയാം പപ്പടം അല്ല കോലുമിഠായി. ഓണത്തിന് മായാവി ഇല്ലല്ലോ മാവേലി വന്നിട്ട് കോലുമിഠായി തരും എല്ലാവരും. ഇല്ലില്ല എല്ലാ വറ്റും കളയും. ഒരു വറ്റ് പോലും ബാലൻസ് വെക്കാൻ പറയും. ഫുള്ള് കഴിയും. പഴവും എല്ലാം കഴിക്കണം. പേര് പറ. ഇത് എനിക്ക് കാണാൻ പറ്റിയൊക്കെ ഇരിക്കണുണ്ട്. പേര് പറ. എല്ലാം ഇഷ്ടം. വാരി തരുവാണെങ്കിൽ മണക്കം എന്ന് പറഞ്ഞ് കഴിക്കുകയാണല്ലോ. ചിന്ന അവിടെ ഇരിക്കും. കൊണ്ടുപോവാ പായസം നിന്റെ അമ്പിളി മറ്റേ കുറിച്ചോ. എന്റെ മാത്രം തീരാത്ത ഞാനാണ് വേണ്ട ഒരു സാധനം പോലും ബാക്കിയില്ല. ഇതേ പഴം ഞാൻ കഴിക്കണം. നീ ഉണ്ടോ കുഞ്ഞു ചിന്നു? ചിന്നു എന്താ പഴം കഴിക്കാത്ത? പായസത്തിനോട് വെള്ളം കുടിക്കുന്ന വീഡിയോ എടുക്കണ്ട്. അമ്പിളിങ്ങനെ ആലോചിക്കാം. ചിന്ന അവിടെ ഇരുന്നേ. അവിടെ ഇരിക്കേ. കാലുവേന എടുക്കുന്നത് മറ്റോടെ ഇടുന്ന ആദ്യം ഇടുന്നോളെ അവിടെ ഇരിക്കേ. തിരിച്ച് തിരിച്ച് കാല് വെക്ക്.
രണ്ടു കാലം അങ്ങോട്ട് വെച്ച്. ഇനി ഇരുന്ന് വയ്ക്കാൻ ഇനി വരാനില്ല. അതുപോലെ ഇനി ഇരുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആ, അങ്ങനെ അങ്ങനെ ഇരിക്കണ്ട, അങ്ങനെ ഇരിക്കണ്ട, അങ്ങനെ ഇരിക്കണ്ട. നീ അവിടെ ഇരുന്നേ. ഞാൻ കാണിച്ചു തരാം നിനക്ക് എങ്ങനെ ഇരിക്കണ്ടേന്ന്. കണ്ടു. എന്ത് കഴിഞ്ഞു? പായസം തന്നെ. വെള്ളം കുടിക്കും, വെള്ളം കുടിക്കും. പായസം കുടിച്ചില്ലേ? പായസം കുടിച്ചില്ല. പായസം തരട്ടെ? ഇലയില് എന്താ? ഇലയില് തരണോ ഗ്ലാസ്സിൽ തരണോ പായസം? ഗ്ലാസ്സില്. നിനക്കാ? ഗ്ലാസ്. അപ്പൊ എങ്ങനെ പഴം കഴിക്കും ഗ്ലാസ്സില്? പരമില്ലേ പായസത്തിൽ മുക്കി ഞാൻ കഴിച്ചിരുന്നു. അല്ല, ഇലയിലിട്ട് വേണമെങ്കിൽ ആ പായസത്തിൽ കഴിക്കാൻ പറ്റുള്ളൂ. നീ വെള്ളം കുടിക്ക്. എന്നാ ഗ്ലാസ്. ഇത് കാലിട്ടുവാ. എന്നാ ചിന്നുവിന്റെ പായസം. എന്റെ കാല് മുട്ട സ്റ്റിക്ക് ആവണിയാ. ഇത് വീഴുമ്പോ സ്റ്റിക്ക് ആവും. അത് സ്റ്റിക്ക് ആവുന്നു. പൊന്നു, പൊന്നുന്റെ പായസം. ആ, ഇരുന്ന് കഴിക്ക്, ഇരുന്ന് കഴിക്ക്. ചിന്ന അവിടെ ഇരുന്നേ. മുക്കി കഴിക്ക്. എന്നിട്ട് അഞ്ച് കഴിഞ്ഞാ പഴം വേണമെങ്കിൽ പഴം മുക്കി കഴിക്ക്. അവിടെ ഇരിക്കും, വരികയ്ക്ക്. ചിന്നോ, പൊന്നു അവിടെ ഇരുന്നേ. ചിന്ന അവിടെ ഇരിക്കല്ല. ഒരു കാര്യം തന്നെയില്ല. എന്നാ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം, ആ ഇഞ്ചക്ഷൻ എടുക്കാൻ. ചിന്നുന്റെ പായസം പഴമൊക്കെ കേട്ടാ. പായസം കുടിച്ചിട്ട് വെള്ളം കുടിച്ചാൽ എത്ര കൂട്ടം അറിയണ്ടായിരുന്നു? 1 2 3 4 5 6 7 8 9 10 11 10 പഴം 12 അച്ചാർ കൂട്ടുകറി 13 കൂട്ടുകറി 13 കറി 13 കറി. ഇത് കഴിക്കാം. അപ്പൊ വെള്ളം. എന്നാ 14. അപ്പൊ എലിയോ? എല്ലാം കഴിക്കാനാ. എല്ലാം ജെല്ലി ആയാലേ കഴിക്കാൻ പറ്റുള്ളൂ. ജെല്ലി ആയിട്ടില്ലേ. ചിന്നു പായസം ഇരിക്കണം. എനിക്ക് ഇച്ചിരി പായസം അവിടെ വെച്ചോ, അവിടെ വെച്ചോ, അവിടെ വെച്ചോ, അവിടെ വെച്ചോ. മതി മതി മതി. ഓണൊക്കെ വർഷത്തിൽ പായസം എടുത്തോളൂ. എന്റെ പൊന്നെ ചിന്നു നിന്റെ പായസവും പഴവും ഞാൻ കഴിച്ചോ. പഴം എടുക്ക, പഴം എടുക്ക. നീ അവിടെ ഇരുന്നോ, നിലത്ത്. എല്ലാവരും ഇരിക്കുന്ന പോലെ ഇരിക്കുന്നേ. പായസവും പഴം തട്ടിക്കളയല്ലേ. എനിക്ക് കാഷ്യൂ ഇഷ്ടല്ല. ഓ കട്ടു കാഷ്യൂ ഇഷ്ടമല്ല. ഗ്രേപ്സ് ഇഷ്ടമല്ല. കാഷ്യൂ തരുവാണെങ്കിൽ ഗ്രേപ്സ് ഒന്നും കഴിക്കില്ല. ചിന്നു വേഗം കഴിക്കേ. അത് കഴിച്ചോ. നോക്കി ആ ഇലയിലിട്. ആവശ്യം വേണ്ട. ആ ഇലയിലോട്ടിട്. ക്യാഷ് അതിന്റെ ഉള്ളിൽ വേഗം കഴിച്ചോ. വീഡിയോ നീ അഞ്ചു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞോ. എല്ലാം സൂപ്പർ അടിപൊളി. എല്ലാം സൂപ്പർ അടിപൊളി. ഏതാ ഇഷ്ടപ്പെട്ട വിഭവം? എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ എന്റെ ഫേവറേറ്റ് കൂട്ടുകറിയ. ആ മുടിയൊന്ന് മാറ്റോ, അങ്ങോട്ട് തിരിച്ചിടോ. അമ്പിളി ആന്റിക്ക് എങ്ങനെയുണ്ട്? എല്ലാം നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിന്നു പൊന്നുവിന് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. പപ്പടം മാത്രം ഇഷ്ടപ്പെട്ടില്ല അല്ലേ? പായസം പിന്നെ അതും ഇതും എല്ലാം കൂട്ടിയിളക്കി കഴിച്ചാണോ? അതാണ് ഓണം എന്ന് പറയുന്നത്. അത്
ആ അതിനെയാണ് ഓണം എന്ന് പറയുന്നത്. പായസവും പപ്പടവും പഴവും ഇച്ചിരി എരിവേറിയും കൂടെ കൂട്ടി കഴിക്കണം. ആ. സൂപ്പർ. എരിവുകറി എനിക്ക് ഇഷ്ടമല്ല. എരിവും കഴിക്കാൻ കുറച്ച് കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്നിട്ട് കഴിക്കുമ്പോഴാണ് ഓണാവുന്നത് സന്തോഷായിട്ട്. കേട്ടോ. ഇതിപ്പോ വട്ടല്ലല്ലോ. ആ നമ്മള് അവിടെ വട്ടം തന്നെയാണ്, ചെറിയൊരു സർക്കിളായിരുന്നു ഇതൊക്കെ. അല്ല ഇത് യൂനെ പോലെ ഇപ്പൊ. ആ യു അന്ന് അമ്മയ്ക്ക് ഇപ്പത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ യു ആയത് സർക്കിള് അല്ലേ. അടുത്ത കൊല്ലം ബേബി വന്നു കഴിയുമ്പോ നമ്മള് ബിഗ് സർക്കിൾ ആക്കും അല്ലേ. അന്നേരം ബേബി അപ്പേരെ അടുത്തിരിക്കും. അല്ല ബേബി സൈഡ്. എന്റെ അടുത്തിരിക്കും ബേബി. അല്ല ബേബി ഞങ്ങളുടെ സൈഡിൽ. ഇനി പൈസ വേണ അവിടെ നീ ഒന്ന് ആദ്യം ഒന്ന് സെറ്റിലാവ്. ആ പഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴം കഴിച്ചു, നേരത്തെ കഴിച്ചോട്. എന്നാ പായസം കഴിക്കാൻ ഇനി ചിലപ്പോ എല്ലാം കൂടെ കളയും ഇത് എടുത്തിട്ട്. അവിടെ നിൽക്കുക, ആൻറ്റി എടുത്ത് തരും. വെയിറ്റ് ചെയ്തിട്ടാ. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അവളുടെ കഴിഞ്ഞ് ഇതുണ്ടാവും. ഇനി അല്ലെങ്കിൽ എല്ലാം കൂടെ ചിലപ്പോ കക്കി കളയും. ആ പൊന്നോ അടങ്ങിയിരിക്കും. ആ നമുക്ക് 3 grapes. എനിക്ക് 5 grapes. 5. നന്നായിട്ട് എടുത്തരാം പായസം. നിലത്ത് ഇന്നത്തെ ദിവസം നിലത്ത് ഇരുന്നിട്ടാ കഴിക്കുക കേട്ടോ. കേട്ടോ പൊന്നോ, ശ്രദ്ധിച്ച് നടക്ക്. പായസിന്റെ പാത്രം വെച്ചിട്ട് നീക്കി വെച്ചിങ്ങോട്ട്. ഇതാ ഇത്രയും കഴിക്കുക. അത് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. അവിടെ ഇരുന്നോ. ഇവിടെ ഇരുന്നോ ഇനി അങ്ങോട്ട് പോയി. ഓ അമ്മാമ്മ എഴുന്നേറ്റു. ചിന്നുവിന് പറ്റണില്ല. ഈ ആന്റിയുടെ വെരി ബാഡ്. ഇങ്ങനെയാണ് ഇങ്ങനെയാ കഴിക്കുക. അതെ ഗ്ലാസ്സിലല്ല, ഗ്ലാസ്സിൽ പഴം മുക്കിട്ടല്ല. അതെ പഴം ഇരിക്കുന്നു ചിന്നുവിന്റെ. എപ്പ കഴിക്കും? ചിന്നുവിന്റെ എല്ലാം ഇരിക്കുന്നുണ്ട്, കറികളൊക്കെ. അതിന്റെ ഒന്നുമില്ല. എനിക്ക് കറികൾ ഇഷ്ടമല്ല. ആരാ പൊന്നപ്പോ കറികൾ കഴിച്ചില്ലല്ലോ. പൊന്നും കഴിച്ചില്ല. അതെ കളിക്കുന്ന ആൾക്കാരൊക്കെ വന്നു താഴെ. ശബ്ദം കേട്ടു തുടങ്ങി. സിയാനിയൊക്കെയാ. ആ കെവിനും സിയാനും ഒക്കെയാ. അല്ല അറബിക്കളാ. അല്ലല്ല മലയാളം സംസാരിക്കണേ. വേഗാവ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി. എല്ലാവർക്കും ഹാപ്പി. പൊന്നു പറഞ്ഞടി. എല്ലാവർക്കും ഹാപ്പി. ഹാപ്പി ഗോഗിയാ മര്യാദ പറ. ഹാർമോണി സ്കൂളിലെ ടീച്ചറൊക്കെ കാണുന്ന കേട്ടോ. പൊന്നു പറ ഒന്ന്. പൊന്നോ ഒരു സമ്മാനം കൂടി ഉണ്ട് എന്റെ കയ്യില്. ഓണത്തിന് പറ്റിയ പാട്ട് പാടുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്. വേഗം പാടുന്നവർക്ക് മാത്രമേ സമ്മാനമുള്ളൂ. ഒരു സമ്മാനം കൂടി ഉണ്ട്. ലാസ്റ്റ് സമ്മാനം ഓണത്തിന് വേണ്ടിയിട്ട് ഓണത്തിന്റെ പാട്ട് പാടുന്നവര് ആരാണോ അവർക്കാണ് സമ്മാനം. 10 വരെ എണ്ണും. അലക്സ കൗണ്ട് 1 to 10. ആരാന്ന് ചെയ്യുന്ന പാടിക്കോ. ആരാ പാടണേ? കൈ പൊക്കിക്കോ വേഗം. ആ സ്വകാര്യം ഒന്നും വേണ്ട. ആരെങ്കിലും പാടുന്നുണ്ടോ? ഡയ പാടുന്നുണ്ടോ? ഡയ പാടുന്നുണ്ടോ? അറിയില്ല.
ടിയ പാടുന്നുണ്ടോ? അറിയില്ല. സേ യെസ് ഓർ നോ? അറിയില്ല. യെസ്. യെസ്. സിംഗ് വൺ സോങ്. ഗിഫ്റ്റ് നിനക്കാ ജംസ്. അപ്പൊ അവൻ കൊണ്ട് വിട്ട അപ്പയുടെ സ്വഭാവത്തില് വന്നത്. സ്വകാര്യൊന്നും വേണ്ട. നീ ഓർക്കല്ല, ഒരു അപ്പയും അമ്മയും ആന്റിയും മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരുമില്ല. നീ വേണമെങ്കിൽ പറഞ്ഞോ. അത് അവിടെ വയ്ക്ക്, താഴെ വയ്ക്ക് ക്ലാസ്. 1 2 3 സ്റ്റാർട്ട്. No. അറിയത്തില്ല. ആ അപ്പൊ ജംസ് മിഠായി നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട അല്ലേ? പക്ഷെ ഞങ്ങള് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജംസ് മിഠായി വേണ്ട അല്ലേ? എല്ലാം മെസ്സാ. അപ്പൊ ഞാൻ ജംസ് എടുത്തിട്ട് ആർക്കാ ബേബിക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ. ഓണം വന്നല്ലോ. പാട്. ബേബി വന്ന് ബേബി ഇപ്പൊ പാടും. ബേബി വയറ്റിൽ ഇരുന്നിട്ട് പാടുന്നുണ്ട് പാട്ട്. ഇല്ല. ഉവ്വ. കേൾക്കാൻ പറ്റില്ല. ഓണം വന്നല്ലോ അല്ലല്ല, അത് ബേബിയാ പാടണേ. അല്ല. ഊഞ്ഞാലിട്ടല്ലോ. അല്ലല്ല അപ്പ. അല്ലെന്ന്. അപ്പയാണ്. അല്ല അപ്പ. അല്ലാന്ന്. അപ്പ. നീ കാണുന്നുണ്ടോ? നീ പാടി അറിയാലോ. I don't know. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും ജംസ് മിഠായി ഇനി കൊണ്ടുത്ത് വിടണ്ട എന്നൊക്കെ പറഞ്ഞേക്കാം കേട്ടോ. കോലുമിഠായും ജംസ് മിഠായി ഒന്നും കേട്ടല്ലോ. വേണം. ആ അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഓണത്തിന്റെ സദ്യ തീർന്നു. ഇനി അടുത്ത കൊല്ലം ഓണത്തിന് കേട്ടാ. ടാറ്റ കൊടുത്തേ എല്ലാവർക്കും. പൊന്നു ടാറ്റ കൊടുത്തേടി. ആ അഞ്ചോ ടാറ്റ കൊടുത്തേ. ഹാപ്പിയാവുള്ളൂ. ആ ഹാപ്പി ഓണം. പൊന്നു പറയും ടാറ്റ. ഹാപ്പി ഓണം. Happy ഓണം. ആ ചിന്നു പറയുന്നുണ്ടോ ഹാപ്പി ഓണം? Happy ഓണം. അമ്പലാൻറ്റി ഹാപ്പി ഓണം പറയണ്ട. ആ അപ്പൊ അത്